അവിടെ മുകളിലെ ക്യാബിനിൽ രാംദേവ് ഇരിപ്പുണ്ടായിരുന്നു. നീലിമയെ കണ്ടപാടെ റാം എഴുന്നേറ്റു. നീലിമ ഇരിക്കൂ, റാം പറഞ്ഞു. അപ്പോൾ നീലിമ അവന്റെ ക്യാബിൻ നോക്കി. ലക്ഷറി സെറ്റപ്പിൽ ഒരുക്കിയ ക്യാബിനായിരുന്നു അത്. സാമാന്യം വലിയ മുറിയിൽ സോഫയും ചെറിയ ലൈബ്രറിയും ഉൾപ്പെടെ ഒരുപാട് സൗകര്യങ്ങളുണ്ടായിരുന്നു. നീലിമ അതെല്ലാം അതിശയത്തോടെ നോക്കി. അപ്പോൾ രാംദേവ് ശിവയെ നോക്കി പറഞ്ഞു, ശിവ, നീലിമയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. റാം പറഞ്ഞത് കേട്ട് ശിവ ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോയി. അല്പസമയത്തിനകം അയാൾ കയ്യിൽ ഫ്രഷ് ജ്യൂസുമായി തിരികെ വന്നു. നീലിമ അപ്പോഴും ക്യാബിനിലെ ഒരു പെയിന്റിംഗ് ശ്രദ്ധിക്കുകയായിരുന്നു. നീലിമ കുടിക്ക്, രാംദേവ് പറഞ്ഞു. അപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് എത്തുന്നത്. ഹാ റാം, ഞാൻ വന്നത് ഇതൊക്കെ തന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ്. നീലിമ ഫയലുകൾ അവന് നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. ശിവയും റാമും ഫയലുകൾ എടുത്തു മറിച്ചു നോക്കി. നീലിമ അപ്പോൾ ജ്യൂസ് കുടിക്കാൻ ആരംഭിച്ചു. നീലിമ, തനിക്കെങ്ങനെ ഇത്രയും വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റി? രാംദേവ് അതിശയത്തോടെ ചോദിച്ചു. അതൊക്കെ വലിയ കഥയാണ്, പിന്നീട് പറയാം. ഇപ്പൊ നിങ്ങള് ഇതെല്ലാം നോക്ക്. അയാളെ കോടതി കയറ്റാൻ വേണ്ട തെളിവുകളൊക്കെ ഇതിലില്ലേ? നീലിമ ചോദിച്ചു. ഉണ്ട്, എല്ലാം ഉണ്ട്, രാംദേവ് ഉത്സാഹത്തോടെ പറഞ്ഞു. മാഡം, ഇനി നമുക്കൊന്നും നോക്കാനില്ല. ഇത് മതി അയാളെ പൂട്ടാൻ. എങ്ങനെ നന്ദി പറയും ഞങ്ങൾ ഇതിനൊക്കെ? ശിവ ചോദിച്ചു. നോക്ക് ശിവ, എനിക്കിതിന് നന്ദിയൊന്നും വേണ്ട. ഞാൻ എന്റെ കടമ പോലെ കണ്ടാണ് ഇത് ചെയ്തേ. പൂർണ്ണമായും ഞാൻ മാത്രമല്ല തെളിവുകൾ ഒപ്പിച്ചതെല്ലാം. വിശദമായി പിന്നീട് പറയാം. ആദ്യം നിങ്ങള് ഇത് വെച്ച് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യും. അയാൾ ഒരു വിധത്തിലും രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. എനിക്ക് അത്രയേ ഉള്ളൂ. അയാൾ ഒരു മനുഷ്യനോടും ഇനി ഇങ്ങനെ കാണിക്കരുത്, നീലിമ പറഞ്ഞു. അപ്പോൾ രാംദേവ് എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് വന്നു. അവൻ മുമ്പത്തെ പോലെ തന്നെ ഇമോഷണലായി കെട്ടിപ്പിടിക്കുമെന്ന് ചിന്തിച്ച് നീലിമ ഒന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇത്തവണ രാംദേവ് കെട്ടിപ്പിടിച്ചില്ല. അവൻ നീലിമയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് പറഞ്ഞു. നീലിമ, ഞാൻ എന്ത് തിരികെ തരും തനിക്ക്? എന്നെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരാളും ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയിട്ടില്ല. താൻ ജീവൻ പണയം വെച്ചു ഇറങ്ങി. ഇപ്പോ ഈ തെളിവുകളും കൊണ്ട് തന്നു. രാംദേവ് പറഞ്ഞത് കേട്ട് നീലിമ അവനെ നോക്കി. നോക്ക് റാം, നിങ്ങൾ തോൽക്കാതിരിക്കാനാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. സോ ഇങ്ങനെ സംസാരിച്ച് നേരം കളയാതെ പ്രസ് മീറ്റ് വച്ച് എല്ലാ തെളിവും ജനങ്ങളെ കാണിക്ക്, നീലിമ പറഞ്ഞു. അപ്പോൾ അസിസ്റ്റന്റ് ശിവ ഉടനെ പറഞ്ഞു. സർ, നീലിമ മാഡം പറഞ്ഞാണ് ശരി. നമ്മളിപ്പോ കേസിന് പോകുന്നതിലും ബെറ്റർ ഈ തെളിവുകൾ മീഡിയ വഴി ആൾക്കാരിൽ എത്തിക്കുന്നതാണ്. അതാകുമ്പോ ഉടനെ ആളുകളെല്ലാം സത്യം അറിയും. അതിനുശേഷം വേണമെങ്കിൽ കേസിന് പോവാം, ശിവ പറഞ്ഞു. അപ്പോൾ രാംദേവ് അവനെ നോക്കി. എന്നാൽ ഉടനെ പ്രസ് മീറ്റിനുള്ള ഒരുക്കങ്ങൾ ചെയ്യും, ഇനി വൈകണ്ട. രാംദേവ് പറഞ്ഞത് കേട്ട് ശിവ അവനെ നോക്കി ശരിയെന്ന് പറഞ്ഞിട്ട് ക്യാബിനിൽ നിന്നിറങ്ങി. അപ്പോൾ നീലിമയെ നോക്കി വീണ്ടും റാം പറഞ്ഞു. നീലിമ, താൻ എനിക്ക് വേണ്ടി ഇത്രയുമൊക്കെ കഷ്ടപ്പെടുന്ന കാണുമ്പോ എനിക്കെന്തോ വല്ലാത്ത സന്തോഷം തോന്നുന്നു. ആരോരും ഇല്ലാത്ത എനിക്ക് ആരൊക്കെ ഉള്ളതുപോലെ, രാംദേവ് പറഞ്ഞു. അപ്പോൾ നീലിമ അവനെ നോക്കി. ഞാനിത് ചെയ്തത് നിങ്ങൾ എന്റെ സുഹൃത്താണെന്ന് കരുതിയാണ്. എന്നും എനിക്ക് ആ സ്നേഹം നിങ്ങളോടുണ്ടാവും. അതിന് ഒരു പ്രത്യുപകാരവും ആവശ്യമില്ല, നീലിമ പറഞ്ഞു. അത് കേട്ട് രാംദേവ് പുഞ്ചിരിച്ചു. റാം, എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാ. ഇനിയിപ്പോ തനിക്ക് പ്രസ് മീറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, നടക്കട്ടെ, നീലിമ പറഞ്ഞു. ശരി നീലിമ, എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം കേട്ടോ. എന്തിനും ഞാനും ഉണ്ടാവും തനിക്ക്, രാംദേവ് സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോൾ നീലിമ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവൾ ഗോൾഡൻ സ്റ്റാറിൽ നിന്ന് ഇറങ്ങി തിരികെ അവളുടെ ഓഫീസിലേക്ക് പോയി. നീലിമ ഓഫീസിലെത്തുമ്പോൾ സമയം ഇത്തിരി വൈകിയിരുന്നു. അന്ന് കാര്യമായ ജോലികളൊന്നും ചെയ്യാനില്ലാതിരുന്നതുകൊണ്ടാണ് നീലിമ വൈകിയത്. അവൾ അവിടെ നിന്ന് ഒരുവിധം പണികളൊക്കെ ഒതുക്കിയ ശേഷം സൂര്യയും പ്രിയങ്കയും പിക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. നീലിമ അവരെ കണ്ടിട്ട് തന്നെ ഒരുപാട് ദിവസങ്ങളായിരുന്നു. ഷൂട്ട് തീർത്ത് സൂര്യയും പ്രിയങ്കയും ചാനലുകളിൽ പ്രമോഷൻ പ്രോഗ്രാമുകളും മറ്റും അറ്റൻഡ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ ഒരു പ്രമോഷൻ പരിപാടിയിൽ പങ്കെടുത്ത് പുറത്തിറങ്ങിയപ്പോൾ പ്രിയങ്കയും സൂര്യയും കാണുന്നത് പുറത്ത് അവരെ കാത്തു നിൽക്കുന്ന നീലിമയാണ്. അവർ രണ്ടുപേരും അവളെ കണ്ട് ഉത്സാഹത്തോടെ അവൾക്കരികിലേക്ക് ചെന്നു. മാഡം എന്താ ഇവിടെ? പ്രിയങ്ക ചോദിച്ചു. നിങ്ങൾ പിക്ക് ചെയ്യാൻ തന്നെ വന്നതാണ്, കേറിക്കോ, നീലിമ പറഞ്ഞു. അപ്പോൾ ഉത്സാഹത്തോടെ പ്രിയങ്ക കാറിലേക്ക് കയറി. പിന്നാലെ സൂര്യയും. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ? നീലിമ ചോദിച്ചു. കുഴപ്പമില്ല മാഡം, സൂര്യ പറഞ്ഞു. അപ്പോൾ പ്രിയങ്ക ഫോണിൽ നോക്കുന്നത് നീലിമ കണ്ടു. പെട്ടെന്ന് അവളുടെ മുഖം മാറി. പ്രിയങ്ക വിഷമത്തോടെ നീലിമയെ നോക്കി. നമ്മുടെ രാംദേവ് സാറിനെതിരെ എന്തൊക്കെ തരം പോസ്റ്റുകളാണെന്നോ വരുന്നത്.
എനിക്കിതൊക്കെ വായിച്ചിട്ട് തന്നെ തല പെരുക്കുന്നു. അപ്പോ ഇതിൽ അനുഭവിക്കുന്ന സാറിന്റെ അവസ്ഥ എന്തായിരിക്കും? പാവം. പ്രിയങ്ക സങ്കടത്തോടെ പറഞ്ഞു. ഹാ, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ ഉടനെ ശരിയാവും, നീലിമ പറഞ്ഞു. അപ്പോഴേക്കും അവരൊരു റെസ്റ്റോറന്റ് മുന്നിലെത്തിയിരുന്നു. നീലിമ കാർ ഒതുക്കി നിർത്തി. വാ, ഇറങ്ങ്. കുറെ ദിവസമായില്ലേ നമ്മളൊന്ന് കൂടിയിട്ട്. ഇന്ന് ഫുഡ് എന്റെ വക, നീലിമ പറഞ്ഞു. പ്രിയങ്ക ഉടനെ സന്തോഷത്തോടെ കാറിൽ നിന്നിറങ്ങി. പിന്നാലെ സൂര്യയും. സൂര്യയുടെ മുഖത്ത് നല്ല ക്ഷീണം തെളിഞ്ഞിരുന്നു. അവർ 3 പേരും റെസ്റ്റോറന്റിൽ കയറി. ഒരു ടേബിളിൽ ചെന്നിരുന്ന നീലിമ വെയിറ്ററെ വിളിച്ച് ഫുഡിന് ഓർഡർ കൊടുത്തു. അപ്പോൾ പ്രിയങ്ക വീണ്ടും ഫേസ്ബുക്ക് തുറന്നു. മാഡം, രാംദേവ് സാറിനെ വിളിച്ചു നോക്കിയായിരുന്നോ? അദ്ദേഹം ഓക്കെ ആണോ? പ്രിയങ്ക ആശങ്കയോട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ പ്രിയങ്ക, താൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, എല്ലാം വേണ്ടതുപോലെ ചെയ്തിട്ടുണ്ട്, നീലിമ പറഞ്ഞു. അപ്പോൾ നീലിമയ്ക്ക് റാമിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ അറിയാമെന്ന് അവൾക്ക് തോന്നി. അല്പനേരം കഴിഞ്ഞപ്പോൾ അവർ ഓർഡർ ചെയ്ത ഫുഡ് എത്തി. അപ്പോൾ വീണ്ടും പ്രിയങ്ക ചോദിച്ചു. മാഡം പ്ലീസ് ഒന്ന് പറയോ, റാം സാറ് കേസിൽ നിന്ന് രക്ഷപ്പെടുവോ? പ്രിയങ്ക ചോദിച്ചത് കേട്ട് നീലിമ ചിരിച്ചു. അപ്പോ തനിക്കെന്നെ വിശ്വാസമില്ലല്ലേ? ഞാനല്ലേ പറഞ്ഞേ, ആ കാര്യമൊക്കെ മറന്നേക്ക്. ഇന്ന് തന്നെ റാമിനെതിരെ വന്ന ആരോപണത്തിന്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയും. നീ വേണേൽ ബെറ്റ് വെച്ചോ, നീലിമ പറഞ്ഞു. അത് കേട്ട് പ്രിയങ്ക ഉത്സാഹത്തോടെ ചോദിച്ചു. മുഴുവൻ തെളിച്ചു പറ മാഡം, എന്താ നടന്നത്? റാമിനെ കൊടുക്കാൻ ചിലർ പദ്ധതി ഇട്ടിരുന്നതാണ്. അതെല്ലാം ചീറ്റി. നമ്മൾ അവർക്കെതിരെ തെളിവുകൾ കണ്ടെത്തി. അതെല്ലാം വിശദമായി റാം തന്നെ മീഡിയയോട് പറയും. ബാക്കി അപ്പൊ കേട്ടാ മതി. ഇതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ, റാം ഏറ്റവും കൂടുതൽ സഹായിച്ച കുട്ടിയുടെ കുടുംബം തന്നെയാണ് പരാതി കൊടുത്തത്. എന്താ അല്ലേ, നീലിമ പറഞ്ഞു. അത്ര വൃത്തിയായിട്ട് ആ കുടുംബമൊക്കെ ഉണ്ടല്ലേ. സഹായിച്ച ആളെ എങ്ങനെ ചതിക്കാൻ തോന്നുന്നു ആവോ? കള്ളക്കേസ് കൊടുത്ത പെണ്ണിനെയും അവരെയും വലിച്ചു കീറണം, പ്രിയങ്ക അരിശത്തോടെ പറഞ്ഞു. ആ കുട്ടിയൊന്നും പറയണ്ട, അവളൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അതൊരു ചെറിയ കുട്ടിയാണ്, നീലിമ പറഞ്ഞു. അവൾ റാമിന്റെ കാര്യത്തിൽ അവൾ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ അവരോട് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ടു നിൽക്കുകയായിരുന്ന സൂര്യയുടെ മനസ്സിൽ അസൂയ തോന്നി. മാഡം എന്തിനാണ് അയാൾക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്നത്? കാര്യം എനിക്കിഷ്ടമുള്ള ആളൊക്കെയാണ് റാം സർ. പക്ഷേ ജീവൻ പണയം വെച്ചൊക്കെ ഇത്രയൊന്നും ആരും ചെയ്യില്ല, സൂര്യ പറഞ്ഞു. അതെന്താ സൂര്യ നീ അങ്ങനെ പറഞ്ഞേ? രാംദേവ് ഒരു നടനല്ലേ, അയാൾ കടന്നു വന്ന വഴിയൊക്കെ നിനക്കും മനസ്സിലാക്കാൻ പറ്റില്ലേ? അങ്ങനെയുള്ള ഒരാളുടെ കരിയർ നശിക്കുമ്പോ പിന്നെ ഞാൻ നോക്കി നിൽക്കണോ? നീലിമ പറഞ്ഞു. മാഡം, ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ, മാഡം സേഫ് ആയിരിക്കണം എന്നേ ഉദ്ദേശിച്ചുള്ളൂ, സൂര്യ പറഞ്ഞു. എങ്ങനെ പറഞ്ഞാലും ഒരാളെക്കുറിച്ചും ഇങ്ങനെ പറയുന്നത് ശരിയല്ല. റാമിന്റെ കാര്യത്തിൽ എനിക്ക് വെറുതെ നോക്കി നിൽക്കാൻ എന്തായാലും പറ്റില്ല, നീലിമ പറഞ്ഞു. അപ്പോൾ സൂര്യ അവളോട് പറഞ്ഞു. സോറി മാഡം. സാരമില്ല, നീലിമ പറഞ്ഞു. ഭക്ഷണശേഷം അവർ 3 പേരും റെസ്റ്റോറന്റിൽ നിന്നിറങ്ങി ഓഫീസിലേക്ക് തിരികെ ചെന്നു. നീലിമ അവളുടെ ക്യാബിനിലേക്കും മറ്റുള്ളവർ അവരുടെ ജോലികളിലേക്കും മടങ്ങി. നീലിമ ഉടനെ സൂര്യയുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൽ റാമിനെ പിന്തുണച്ച് ഒരു പോസ്റ്റ് ഇട്ടു. അതേപോലെ പ്രിയങ്ക അവളുടെ മൊബൈലിൽ ഫേസ്ബുക്ക് തുറന്ന് ഒരു പോസ്റ്റ് ഇട്ടു. അങ്ങനെ ചെയ്യാൻ നീലിമ അവളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പ്രിയങ്ക അങ്ങനെ ചെയ്തത്. അവർ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ നല്ല പ്രതികരണമായിരുന്നില്ല പോസ്റ്റിന് ലഭിച്ചത്. നീലിമ സൂര്യയുടെ പ്രൊഫൈൽ നിന്നിട്ട പോസ്റ്റിൽ തെറിവിളികളും അവനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളുമായിരുന്നു കൂടുതൽ വന്നിരുന്നത്. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.